നമസ്കാരം. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ലബനാനിലും തുടങ്ങിവച്ച യുദ്ധം ഇസ്രായേലിന് വെല്ലുവിളിയാവുകയാണ്. യുദ്ധം ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ചർച്ചയിലേക്ക് പോകണമെന്നാണ് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തോടെ 10 ലക്ഷം പേരാണ് വീട് വിട്ട് ലബനാനിൽ പലായനം ചെയ്തത്. ഇതിനിടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ സൗദി പ്രത്യേക ഫ്ലൈറ്റുകളും ആരംഭിച്ചു. ഇറാനിലെ ഇസ്രായേൽ US സഖ്യ ആക്രമണത്തോടെ ലബനാനിലെ ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ രംഗത്ത് എത്തിയിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സായുധ വിഭാഗം ഇറാൻ സൈനിക മാതൃകയിലാണ് ഇപ്പോഴും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇതോടെ ഹിസ്ബുള്ളക്കെതിരെ തുടങ്ങിയ ഇസ്രായേലിൻ്റെ ആക്രമണം സിവിലിയൻ കേന്ദ്രങ്ങളിലെത്തി. ലബനാനിൻ്റെ 15% വരുന്ന പ്രദേശം ബഫർ സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ലബനാനിലെ രാഷ്ട്രീയ സംഘടന കൂടിയായ ഹിസ്ബുള്ളക്കെതിരെയാണ് ഔദ്യോഗിക ഭരണകൂടം. ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ഭരണകൂട നിർദ്ദേശം ഹിസ്ബുള്ള തള്ളിയതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിനെതിരെ ചെറുത്തു നിൽക്കുന്ന ഹിസ്ബുള്ള ഈ യുദ്ധത്തിലും വലിയ തലവേദനയാണ് ഇസ്രായേലിന് സൃഷ്ടിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ സൈനികനടക്കം 2 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളിൽ വടക്കൻ ഇസ്രായേലിലും സെൻട്രൽ ഏരിയകളിലും നാശനഷ്ടമുണ്ടായി. 100 കണക്കിന് വീടുകൾ തകർന്നു, ചിലർ മരിക്കുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 10,000-ഓളം ഇസ്രായേലിൽ വീട് വിട്ടുപോയതായും റിപ്പോർട്ടുകളുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെതിരെ 3 IDF സൈനികർ കൊല്ലപ്പെട്ടു. നിലവിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചിട്ടും നിരന്തരം ആക്രമണം ഇസ്രായേലിലേക്ക് തുടരുകയാണ് ഹിസ്ബുള്ള. കരയുദ്ധം ഫലം കാണില്ലെന്നും 1 മാസത്തോളമായി ജനങ്ങൾ ബങ്കറിലിരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായതെന്നും അത് യുദ്ധത്തിൻ്റെ പാളിച്ചയാണെന്നും ഇസ്രായേൽ പ്രതിപക്ഷം പറയുകയാണ്. കരയുദ്ധം ഉപേക്ഷിച്ച് കരാറിലൂടെ ലബനാനുമായുള്ള പരിഹാരം കാണണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. യുദ്ധം പടർന്നതോടെ സൗദി പൗരന്മാരോട് ഉടൻ ലബനാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.